സത്യം ഇതാണെന്നറിഞ്ഞപ്പോൾ കുറ്റബോധത്താൽ പെന്തക്കോസ്ത് പാസ്റ്ററും കുടുംബവും വീണ്ടും സ്നാനപ്പെട്ടു. പുതിയ ദിവസത്തിൻ ദൈവരശ്മികൾ വിതറുന്നു. ദൈവത്തിൻ പുത്രർ ജീവനായി ഉണരുന്നു. ദൈവമൊരുക്കുന്നു ജീവനവർക്കായി. ആത്മാവിൽ പെയ്യും വചനത്തിലൂടെ പുതിയ ദിവസത്തിൻ ദൈവരശ്മികൾ വിതറുന്നു. ദൈവത്തിൻ പുത്രർ ജീവനായി ഉണരുന്നു. ദൈവമൊരുക്കുന്നു ജീവനവർക്കായി. ആത്മാവിൽ പെയ്യും വചനത്തിലൂടെ ഇസ്രായേൽ മക്കൾ വീടിൻ മുറ്റത്ത് മന്ന പൊഴിച്ചതുപോൽ ഹൃദയ വെളിപ്പാടായി. ഇസ്രായേൽ മക്കൾ വീടിൻ മുറ്റത്ത് മന്ന പൊഴിച്ചതുപോൽ ഹൃദയ വെളിപ്പാടായി. പുതിയ ദിവസത്തിൽ കതിരുകൾ ഉയരുന്നു. ദൈവത്തിൻ പുത്രർ ജീവനായി ഉണരുന്നു. ദൈവമൊരുക്കുന്നു ജീവനവർക്കായി. ആത്മാവിൽ പെയ്യും വചനത്തിലൂടെ. ആ കുറ്റബോധം ഉണ്ടായി. അപ്പം ദൈവരാജ്യത്തിന്റെ സുവിശേഷം അംഗീകരിച്ച ഒരു ദൈവദാസന്റെ കൈകീഴിൽ സ്നാനപ്പെടണമെന്ന് ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർ കുടുംബവുമായി സ്നാനപ്പെടുവാനായി. എന്താണ് സ്നാനം നിങ്ങൾക്ക് അറിയാം? ക്രിസ്തുവോട് ചേരുകയാണ്. ആ സ്നാനത്തിൽ നടക്കുന്നത് നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നുകൊണ്ട് സ്വർഗസ്ഥ പിതാവിനോട് ചേരുകയാണ്. ക്രിസ്തുവിന്റെ നല്ല ദൈവം, ദൈവത്തിന്റെ ശരീരം ക്രിസ്തു, നിങ്ങൾ ആ ശരീരത്തിന്റെ അവയവങ്ങളായി തീരുകയാണ്. അങ്ങനെ സ്വർഗസ്ഥ പിതാവുമായി നിങ്ങൾ ഒന്നായി മാറുകയാണ്. യുണൈറ്റഡ് ഹോളി നേഷൻ ഓഫ് ഗാഡ് നിങ്ങളായി തീരുകയാണ്. യുണൈറ്റഡ്. ഓക്കെ, ഇത് ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്നറിയപ്പെടുന്ന ദൈവപുത്രനായ ക്രിസ്തുവിന്റെ കൽപ്പനയാണ്. ഈ കൽപ്പന നിങ്ങൾ അനുസരിക്കുമ്പോൾ ഒരു മതകർമ്മം ചെയ്ത് അവസാനിക്കുകയല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിശുദ്ധ രാഷ്ട്രമായി നിങ്ങൾ മാറുകയാണ്. ക്രിസ്തുവിൽ ദൈവം തലയായ, ക്രിസ്തു ശരീരമായ അതിലൊരു പരിശുദ്ധ രാഷ്ട്രം. ആ ഒരു തിരിച്ചറിവുണ്ടായി. തുടർന്ന് വിശുദ്ധിയിൽ ജീവിപ്പാൻ ഒരു തീരുമാനമുണ്ട്. ഇനി ലോകത്ത് ജീവിച്ചതുപോലെ ഒരു ജീവിതമല്ല, വിശുദ്ധിയിൽ ജീവിക്കും ഒരു തീരുമാനം. നിങ്ങളുടെ ദൈവത്തിന്റെ ഭാഗമായി മാറുക. എറണാകുളം കേരളം എന്ന സ്റ്റേറ്റിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്നത് പോലെ നിങ്ങൾ ക്രിസ്തുവിന്റെ അവയവമായി, ക്രിസ്തുവിന്റെ തലയായ ദൈവത്തിന്റെ ദൈവരാജ്യത്തിന്റെ ഭാഗമായി. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ, പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളിൽ ആഗ്രഹിക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കുക. എന്നാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ദേവദാസനല്ലേ, പാസ്റ്ററല്ലേ, പാസ്റ്ററാണ്, പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്ററാണ്. ഒരു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്ററെ കുടുംബവുമായി സ്നാനപ്പെടുത്തുവാനായിട്ട്. എനിക്ക് ഒരു ഗൈഡൻസ്, കാരണം ആളുകൾ എന്നോട് ചോദിക്കുമ്പോൾ എന്താണ് ഒറ്റ വാക്കുത്തരം പറയാം, എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് സഭയിൽ സ്നാനപ്പെട്ട് പാസ്റ്ററായി ദൈവവചനം പഠിപ്പിക്കുന്ന അങ്ങ് എന്നോട് ആവശ്യപ്പെടുക ചെയ്തത് എന്നെ സ്നാനപ്പെടുത്തണോ, എന്തുകൊണ്ടാണ് എന്നോട് ആവശ്യപ്പെടുന്നത്? ഒറ്റ വാക്കുത്തരം. ഈ സത്യം ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ദൈവരാജ്യത്തിന്റെ സുവിശേഷം ദൈവം ഹൃദയത്തിലേക്ക് പകർന്നു വന്നുകൊണ്ട് ആ കുറ്റബോധം ഉണ്ടായി. അപ്പം ദൈവരാജ്യത്തിന്റെ സുവിശേഷം അംഗീകരിച്ച ഒരു ദൈവദാസന്റെ കൈകീഴിൽ സ്നാനപ്പെടണമെന്ന് ഇത് രണ്ടാണ് അതിന്റെ പ്ലാൻ. ആ രീതിയിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് തീരുമാനം എടുത്ത് ഇതിലേക്ക് പ്രാർത്ഥനയോടെ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടല്ലോ, തമിഴ്നാട്ടിലെ ഒരു പെന്തക്കോസ്ത് ദേവദാസനാണ്, അവിടെ ശുശ്രൂഷയുള്ള ദേവദാസനാണ്. ശുശ്രൂഷ അദ്ദേഹം ഞാൻ ചിന്തിക്കുന്ന യൂട്യൂബിലൂടെ എവിടെയോ അനുഭവിച്ച് തുടർന്ന് ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കി എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു, ദേവദാസനെ അങ്ങയുടെ കൈക്കീഴിൽ എന്നെ സ്നാനപ്പെടുത്തുന്ന ഞങ്ങൾ കുടുംബവുമായി കടന്നു വരുന്നു. അങ്ങനെ കടന്നു വന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പാസ്റ്ററെ, ദൈവത്തിന് സൂക്ഷിച്ച ഒരു പാസ്റ്ററെ സ്നാനപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇതിനുവേണ്ടി ഏൽപ്പിച്ചതെന്ന്. പ്രിയ സഹോദരങ്ങളിൽ നിങ്ങൾ പലരും പെന്തക്കോസ്ത് ഫാമിലിയിൽപ്പെട്ട ആളുകൾ തന്നെയാണ്.
പലരും കത്തോലിക്കയിൽ നിന്ന് വന്നിട്ടുള്ളവരുമുണ്ട്. എങ്കിലും ഇതാ കേട്ട വചനത്തിൽ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു തീരുമാനമെടുക്കുക. ഇനി നിങ്ങൾ ദൈവത്തിന്റെ ഭാഗമാണ്, ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. പ്രിയ ദേവദാസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ദേവദാസിന്റെ പേര് തോമസ് എന്നാണ്. കർത്താവായ യേശു സ്വർഗം വിട്ട്, സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ എല്ലാവരുടെ മുമ്പിൽ മാതൃകയായ ഒരു ജീവിതം കാഴ്ചവെച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തുടർന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും തനിക്ക് വേണ്ടി വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ കടന്നു വരുമെന്ന്, തുടർന്ന് സ്വർഗീയ പിതാവിനോടൊപ്പം ക്രിസ്തുവിൽ ഒരു ജീവിതം ദൈവം തനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണമെന്നുള്ളത് യേശുവിന്റെ കൽപ്പനയാണെന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഏറ്റുപറയുന്നത് മുഖേന ദൈവത്തോടുള്ള സ്നേഹം ലോകത്തിന്റെ മുമ്പാകെ വിളിച്ചറിയിക്കുകയാണ്. ദൈവത്തോടുള്ള സ്നേഹം ലോകത്തോടും, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടും ശത്രുത്വമാകിയാൽ തനിക്ക് ന്യായമായി കിട്ടേണ്ട പല അവകാശങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടാം. ഒരുപക്ഷെ ജീവൻ വരെ അപകടത്തിലാകാം. അങ്ങനെയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശ്വാസത്തെ തള്ളി പറയുന്നു. ഇപ്പോൾ ഈ മകന്റെ ദേവദാസന്റെ സാക്ഷ്യമൊഴിയാണ്. ഇത് കർത്താവായ യേശു നമ്മളെ ഏൽപ്പിച്ച കൽപ്പനയാകയാണ്. ഈ മകനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവോട് ചേരുവാൻ ഈ ജനത്തിൽ നിമജ്ജന സ്നാനം കഴിപ്പിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എങ്കിൽ ജീവകിരീടം പ്രാപിക്കും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം. കുടുംബമായിട്ട് ഞാനും എൻ്റെ വൈഫും ഇവിടേക്ക് കടന്നു വരുവാനും സ്നാനപ്പെടുവാനിടയായി തീർന്നു. അതിന് കാരണമായിരുന്നത് ഒരേ ഒരു വിഷയം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലെ 8-ാം അധ്യായത്തിൻ്റെ യേശു ക്രിസ്തു പീലിപ്പോസിനോട് പറയുന്നതായ ഒരു, പീലിപ്പോസ് നിന്ന് ഷണ്ണനോട് പറയുന്നതായ ഒരു ഉപദേശമാണ്. യേശു ക്രിസ്തു ദൈവത്തിനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. പീലിപ്പോസ് ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി. അവന് സ്നാനം കഴിപ്പിച്ചു. അപ്പോൾ പീലിപ്പോസ് യെരുശലേമിൽ പോയിട്ട് ആ പശ്ചാത്തലം നമുക്കറിയാം. ഈ ഒരു വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ വചനം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ സ്നാനപ്പെടുക എന്നുള്ളതായിരുന്നു. അതുമാത്രമല്ല, വചനം അനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ ഈ മാനദണ്ഡം മനസ്സിലാക്കിയ ഒരു ദൈവഭൃത്യൻ്റെ അല്ലെങ്കിൽ ദൈവ മകൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ യേശു ദൈവം എന്ന് പറഞ്ഞുള്ള സ്നാനമല്ല, യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിശ്വസിക്കുന്നതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീർന്നത്. ആകയാൽ യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സ്നാനം എടുക്കാനുള്ള അവകാശവും അത് സ്വർഗത്തിലെ ദൈവം അത് അംഗീകരിക്കുന്നതായ ഒരു സ്നാനം എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഈ സ്നാനത്തിലേക്ക് വരുവാൻ കാരണമായി തീർന്നത്. ശ്രദ്ധിച്ചേട്ടെ ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ചിന്ത നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ എന്താ താമസം. യേശുക്രിസ്തു ദൈവം തന്നെയാണ് എൻ്റെ ചിന്തയിൽ. പക്ഷേ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല, ആ പിതാവിൻ്റെ മകനാണ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അങ്ങ് പറഞ്ഞത് യേശുക്രിസ്തു ദൈവം അല്ല. അപ്പോൾ എൻ്റെ ചിന്തയിൽ അങ്ങനെയല്ല. യേശുക്രിസ്തു ഇപ്പോൾ അങ്ങേക്കൊരു മോനുണ്ട് മോളുണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്നെയാണ്, അല്ലേ? അതെ. ഇതേപോലെ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. പക്ഷേ തൻ്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവല്ല, ഏകസത്യ ദൈവമെന്ന് യേശു ക്രിസ്തു വിശേഷിപ്പിക്കുന്ന സ്വർഗസ്ഥ പിതാവ് അല്ല. അങ്ങനെയാണ് എൻ്റെ ചിന്ത. അത് തന്നെയാണോ അങ്ങയുടെ ചിന്ത? തീർച്ചയായിട്ടും യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. എന്നാൽ സർവ്വസൃഷ്ടിയുടെയും സ്വർഗീയ പിതാവാണ് യേശു ക്രിസ്തുവിൻ്റെയും പിതാവ്. യേശു ക്രിസ്തുവിൻ്റെയും പിതാവ് മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും പിതാവായ ദൈവം. പുതിയ ദിവസത്തിൻ ദൈവരശ്മികൾ വിതറുന്നു.
ദൈവത്തിൻ പുത്രർ ജീവനായുണരുന്നു. ദൈവമൊരുക്കുന്നു ജീവനവർക്കായി, ആത്മാവിൽ പെയ്യും വചനത്തിലൂടെ. പുതിയ ദിവസത്തിൻ ദൈവരശ്മികൾ വിതറുന്നു. ദൈവത്തിൻ പുത്രർ ജീവനായുണരുന്നു.